നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന സംഭവങ്ങൾ. പാഠപുസ്തക വിതരണത്തിലെ അപാകത പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് യുവമോർച്ച പ്രവർത്തകർ DDE ഓഫീസ് മാർച്ച് നടത്തി. മാർച്ചിൽ നേരിയ സംഘർഷം. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ച ആനുകൂല്യങ്ങൾ ഉടൻ നൽകണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. ആവശ്യം കമ്മീഷൻ അംഗം K. മോഹൻകുമാറിന്റേത്. പഞ്ചായത്ത് അധികൃതരുടെ അനാസ്ഥ. ബദിയടുക്ക പഞ്ചായത്തിലെ മൂക്കമ്പാറ, ബാഞ്ചത്തടുക്ക, കുണ്ടിക്കാന റോഡ് ഗ്രാമവികസന സമിതി ശുചീകരിച്ചു. ദേശീയപാതയിലെ ചതിക്കുഴി വില്ലനായി. ചെമ്മട്ടം വയലിൽ മിൽമയുടെ വാഹനം മറഞ്ഞു. തൂമിനാട് ദേശീയപാതയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ അപകടത്തിൽ മരിച്ചവർക്ക് നാടിന്റെ കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി. വാർത്തകൾ വിശദമായി. പാഠപുസ്തക വിതരണത്തിലെ അപാകതകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് യുവമോർച്ച പ്രവർത്തകർ DDE ഓഫീസ് മാർച്ച് നടത്തി. മാർച്ച് DDE ഓഫീസിന് മുമ്പിൽ പോലീസ് ബാരിക്കേഡുകൾ ഉയർത്തി തടഞ്ഞു. പാഠപുസ്തക വിതരണത്തിലെ അപാകത പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് യുവമോർച്ച ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ DDE ഓഫീസ് മാർച്ച് സംഘടിപ്പിച്ചു. കാസർഗോഡ് ഗവൺമെന്റ് കോളേജ് പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം കലക്ട്രേറ്റ് പരിസരത്ത് DDE ഓഫീസിന് മുന്നിൽ പോലീസ് ബാരിക്കേഡുകൾ തെച്ച് തടഞ്ഞു. നേരിയ തോതിൽ പ്രവർത്തകരും പോലീസും തമ്മിൽ സംഘർഷമുണ്ടായി. യുവമോർച്ച സംസ്ഥാന സെക്രട്ടറി KT വിപിൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഓണപരീക്ഷ ഓണത്തിന് മുമ്പ് നടത്തുക, അതുപോലെ പാഠപുസ്തകം പുസ്തകം എഴുതിയത് അന്വേഷിക്കുക, അതിലുണ്ടായിട്ടുള്ള അഴിമതി അന്വേഷിക്കുക എന്ന ആവശ്യങ്ങൾ ഉന്നയിച്ചാട്ടാണ് യുവമോർച്ച സമരമുഖത്തുള്ളത്. BJP ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് K. ശ്രീകാന്ത്, സംസ്ഥാന ട്രഷറർ വിജയകുമാർ റൈ, ജില്ലാ പ്രസിഡന്റ് PR സുനിൽ, K. രാജേഷ് കൈന്താർ, AP ഹരീഷ് എന്നിവർ പ്രസംഗിച്ചു. കാസർഗോഡ് DDE ഓഫീസിലേക്കുള്ള യുവമോർച്ച പ്രതിഷേധത്തിൽ നാടകീയ രംഗങ്ങൾ. മാർച്ചിൽ സംഘർഷമുണ്ടാകുമെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നെങ്കിലും നേതാക്കളുടെയും പോലീസിന്റെയും സന്ദർഭോചിതമായ ഇടപെടൽ മൂലം സമരാവേശത്തോടെ വന്ന പ്രവർത്തകർ സമാധാനത്തോടെ പിരിഞ്ഞുപോയി. യുവമോർച്ചയുടെ DDE ഓഫീസ് മാർച്ച് സംഘർഷത്തിൽ കലാശിക്കുമെന്ന് നേരത്തെ ആശങ്ക ഉയർന്നിരുന്നു. രാവിലെ 10 മണിക്ക് മാർച്ച് ആരംഭിക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും 11 മണിയോടെയാണ് പ്രവർത്തകർ ഗവൺമെന്റ് കോളേജ് പരിസരത്തു നിന്നും പ്രകടനവുമായി പുറപ്പെട്ടത്. കാസർഗോഡ് DYSP രഞ്ജിത്തിന്റെ നേതൃത്വത്തിൽ കനത്ത പോലീസ് സുരക്ഷാ വലയം, കാലപ്പഴക്കത്താൽ ദ്രവിച്ച ബാരിക്കേഡുകൾ. പ്രതിഷേധക്കാർ എങ്ങനെ ഇത് മറികടക്കും? പക്ഷേ കണക്കുകൂട്ടലുകൾ തെറ്റിച്ച് പ്രവർത്തകർ ബാരിക്കേഡുകൾ തള്ളിമാറ്റുന്നു. പിന്നീട് പോലീസുമായി ഉന്തും തള്ളും, ചെറിയ തോതിൽ ലാത്തിയടി. ഇതിനിടയിൽ പിന്നിൽ നിന്ന് 2 പ്രവർത്തകരെ പോലീസ് പൊക്കി. Never
ഇതോടെ രംഗം ശാന്തമായി. പിന്നീട് ഉദ്ഘാടനമായി പിരിഞ്ഞു പോകാൻ നിന്ന മാധ്യമപ്രവർത്തകരുടെ മൊബൈലിൽ കോൾ വരുന്നു. ഉദ്ഘാടനത്തിനു ശേഷം സംഘർഷമുണ്ടാകും. മാധ്യമപ്പട വീണ്ടും സമരവേദിയിൽ. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. പോലീസ് പൊക്കിയ രണ്ടുപേരെ തിരിച്ചുവിട്ടേക്കണമെങ്കിൽ പ്രകടനക്കാർ സമാധാനപരമായി പിരിഞ്ഞു പോകണമെന്ന് ഡിവൈഎസ്പിയുടെ തന്ത്രപരമായ മുന്നറിയിപ്പ്. പിടിക്കപ്പെട്ട പ്രവർത്തകർ ജാമ്യമില്ലാത്ത വകുപ്പിൽ അകത്തു കിടക്കണമെന്ന് മനസ്സിലാക്കിയ സമരാവേശത്തോടെ വന്ന പ്രവർത്തകർ സമാധാനത്തോടെ പിരിഞ്ഞുപോയി. ക്യാമറാമാൻ മോഹിത്തിനൊപ്പം വിമൽ വിനോദ്, ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ച ആനുകൂല്യങ്ങൾ 45 ദിവസത്തിനകം നൽകണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ അംഗം കെ മോഹൻകുമാർ പറഞ്ഞു. കാസർഗോഡ് അതിഥി മന്ദിരത്തിൽ എൻഡോസൾഫാൻ ബാധിതരുടെ പരാതികൾ സ്വീകരിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എൻഡോസൾഫാൻ ദുരിതബാധിതരായവർക്ക് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശപ്രകാരമുള്ള ആനുകൂല്യങ്ങൾ 45 ദിവസത്തിനകം ലഭ്യമാക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ അംഗം കെ മോഹൻകുമാർ നിർദ്ദേശിച്ചു. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പരാതികൾ സ്വീകരിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ 6 പരാതികളാണ് ലഭിച്ചത്. അർഹരായ മുഴുവൻ ദുരിതബാധിതർക്കും ആനുകൂല്യം ലഭ്യമാക്കണം. ഇതിനായി കലക്ടർക്കും എൻഡോസൾഫാൻ സെല്ലിനും നോട്ടീസ് അയക്കുമെന്നും കെ മോഹൻകുമാർ പറഞ്ഞു. ദേശീയപാതയിലെ ചതിക്കുഴി വില്ലനായി. ചെമ്മട്ടം വയലിൽ മിൽമയുടെ വാഹനം മറിഞ്ഞു. ചെമ്മട്ടം വയൽ ദേശീയപാതയിൽ മിൽമയുടെ വാഹനം മറിഞ്ഞു. മലയോരത്തേക്ക് പാലുമായി പോവുകയായിരുന്ന വാഹനമാണ് മറിഞ്ഞത്. ദേശീയപാതയിലെ ചതിക്കുഴിയിൽ ചാടാതിരിക്കാൻ വാഹനം വെട്ടിച്ചപ്പോഴാണ് മറിഞ്ഞത്. ഡ്രൈവർ മൗക്കോട് സ്വദേശി ജോണി അത്ഭുതകരമായി രക്ഷപ്പെട്ടു. വാഹനത്തിലുണ്ടായിരുന്ന പാൽ റോഡിൽ ചിന്നിച്ചിതറി. ദേശീയപാതയിലെ മരണക്കുഴികളിൽ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് നിത്യസംഭവമായിട്ടുണ്ട്. മഴ കനത്തതോടെ ദേശീയപാതയുടെ തകർച്ച പൂർണ്ണമായിട്ടുണ്ട്. റോഡിന്റെ തകർച്ച മൂലം വാഹനങ്ങൾക്ക് നേരിടുന്ന തകരാറുകൾ ഗതാഗതക്കുരുക്ക് സൃഷ്ടിക്കുന്നത് നിത്യസംഭവമായി തീർന്നിട്ടുണ്ട്. ബദിയടുക്കയിലെ ഗ്രാമവികസന സമിതിയുടെ നേതൃത്വത്തിൽ നാട്ടുകാർ റോഡ് വൃത്തിയാക്കി. മൂക്കമ്പാറ, ബാഞ്ചത്തടുക്ക, കുണ്ടിക്കാന റോഡാണ് ശുചീകരിച്ചത്. നിരവധി പേർ പങ്കെടുത്തു. പഞ്ചായത്ത് അധികൃതരുടെ ദശകങ്ങൾ നീണ്ട അവഗണനയിലും ഉദാസീനതയിലും പ്രതിഷേധിച്ച് ബാഞ്ചത്തടുക്ക ഗ്രാമവികസന സമിതിയുടെ നേതൃത്വത്തിൽ ഒടുവിൽ നാട്ടുകാർ തന്നെ മുന്നിട്ടിറങ്ങി ബദിയടുക്ക ഗ്രാമപഞ്ചായത്ത് പരിധിയിലുള്ള മൂക്കമ്പാറ, ബാഞ്ചത്തടുക്ക, കുണ്ടിക്കാന റോഡ് അറ്റകുറ്റപ്പണികൾ നടത്തി. നാട്ടുകാർ കുണ്ടും കുഴിയും നിറഞ്ഞ റോഡ് നന്നാക്കുകയും ഇലക്ട്രിക് ലൈനിന് സമീപത്തുള്ള മരക്കൊമ്പുകൾ മുറിക്കുകയും ചെയ്തു. യുവാക്കളും കുട്ടികളുമടക്കം 100ഓളം പേർ പ്രതിഷേധ സൂചകമായി അറ്റകുറ്റപ്പണികൾ ചെയ്യാൻ മുന്നിട്ടിറങ്ങി. കണ്ണുണ്ടായിട്ടും കുരുടന്മാരായി തീർന്ന പഞ്ചായത്ത് അധികൃതരുടെ അവഗണനയിൽ നാട്ടുകാർ രോഷം കൊണ്ടു. ഞായറാഴ്ചകളിൽ വന്നിട്ട് ആക്കി എല്ലാ ദിവസവും കൂലിപ്പണി എടുത്തിട്ട് ഈ ഞായറാഴ്ച പോലെ വിശ്രമിക്കാതെ ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഇതേമാതിരി നിങ്ങൾ കാണുന്ന പോലെ ജോലി ചെയ്യണം ഈ റോഡ് ശരിയാക്കാൻ വേണ്ടിയിട്ട്. പഞ്ചായത്തിൽ ഇതിനെപ്പറ്റി കൂടുതൽ അന്വേഷിച്ചപ്പോൾ അവർ പറയുന്ന റോഡ് നിങ്ങൾക്ക് റിപ്പയർ ചെയ്യാനുള്ള ഫണ്ട് പഞ്ചായത്തിന് അനുവദിച്ചിട്ടില്ല. ഈ പ്രദേശത്തേക്ക് വന്നാൽ കേരളത്തിൽ ഒരു സ്ഥലത്തും ഇത്രയും ദുരിതമുള്ള സ്ഥലങ്ങൾക്ക് ആൾക്കാരെ കണ്ടിട്ടുണ്ടാവില്ല. ഈ ഭാഗത്ത് ഇങ്ങനെ കോളനി ഉണ്ട്, ബാഞ്ചിതെടുക്ക കോളനി ഉണ്ട്, അപ്പോൾ നിക്കേരി കോളനി ഉണ്ട്, വേറെ ഇതിൻ്റെ തൊട്ടടുത്ത് വേറെ കോളനി ഉണ്ട്. ഈ കോളനികളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ വളരെ ദയനീയമായ അവസ്ഥയാണ്. ഈ റോഡ് കുണ്ടിക്കാനം മഠത്തിലേക്കും സമീപത്തെ സ്കൂളിലേക്കുമുള്ള വഴിയാണ്. വിദ്യാർത്ഥികളടക്കം നിരവധി പേർ ഇതുവഴി ദുരിതയാത്രയിലാണ്. സ്കൂളിലേക്ക് കാൽനടയായി പോകുന്ന വിദ്യാർത്ഥികളാണ് കൂടുതൽ അപകട ഭീഷണി നേരിടുന്നത്. സ്കൂളിലെത്താൻ പുഴ കടക്കണം. നല്ല പാലമില്ല. നിലവിൽ കവുങ്ങുപാലമാണുള്ളത്. കഴിഞ്ഞ വർഷം പാലം കടക്കവേ ഒരു വിദ്യാർത്ഥിനി പുഴയിലേക്ക് വീണിരുന്നു. അതുകൊണ്ട് തന്നെ ഓരോ ചുവടും ഭീതിയുടെ മുൾമുനയിലാണ്. ഇനിയെങ്കിലും പഞ്ചായത്ത് അധികൃതർ കൺതുറക്കുമെന്ന് ഗ്രാമവാസികൾ പ്രതീക്ഷിക്കുന്നു. നിലവിൽ UDF ഭരിക്കുന്ന പഞ്ചായത്താണ് ബദിയടുക്ക. SYS സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഖത്തർ ഇബ്രാഹിം ഹാജി കളനാട് സ്പോൺസർ ചെയ്യുന്ന പാവപ്പെട്ട രോഗികൾക്കുള്ള പോഷകാഹാര കിറ്റ് വിതരണം ചെയ്തു. മുൻമന്ത്രി CT അഹമ്മദ് അലിയാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത്. SYS സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഖത്തർ ഇബ്രാഹിം ഹാജി കളനാട് സ്പോൺസർ ചെയ്യുന്ന 101 പാവപ്പെട്ട രോഗികൾക്കുള്ള പോഷകാഹാര കിറ്റ് വിതരണം ആര്യ ഓഡിറ്റോറിയത്തിൽ നടന്നു. മുൻമന്ത്രി CT അഹമ്മദ് അലി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ ഖത്തർ ഇബ്രാഹിം ഹാജി സാഹിബ് ഏറ്റവും വലിയ ഒരു പുണ്യകർമ്മമാണ് പരിശുദ്ധമായ റംസാൻ മാസത്തിൽ അദ്ദേഹം ഇവിടെ നൽകപ്പെട്ടത്. കഴിഞ്ഞ വർഷവും ഇതുപോലെ പാവപ്പെട്ട രോഗികൾക്ക് ഇതുപോലുള്ള ഏതാണ്ട് 101ഓളം പാവപ്പെട്ട രോഗികൾക്കുള്ള പോഷകാഹാര കിറ്റ് വിതരണമാണ്. അരി അടക്കമുള്ള നമ്മുടെ ജീവിക്കാൻ ആവശ്യമായ ഒട്ടേറെ നല്ല ഭക്ഷ്യവസ്തുക്കളടങ്ങിയ കിറ്റാണ് ബഹുമാനപ്പെട്ട ഖത്തർ ഹാജി സാഹിബ് ഇവിടെ നൽകുന്നത്.
ജില്ലാ TB ഓഫീസർ ഡോക്ടർ K രവിപ്രസാദ അധ്യക്ഷനായി. ഡോക്ടർ ഖത്തർ ഇബ്രാഹിം ഹാജി കളനാട് മുഖ്യാതിഥിയായിരുന്നു. മോഹനൻ മാങ്ങാട്, ഡോക്ടർ ജനാർദ്ദന നായക്ക്, MO വർഗീസ്, PV രാജേന്ദ്രൻ, E ചന്ദ്രശേഖരൻ നായർ, സുരേന്ദ്രൻ ബേക്കൽ, SH ഹമീദ്, പ്രേമലത വലിയവീട്, മേരി വാഴയിൽ, മുരളീധരൻ, പുഷ്പ CK, യൂസഫ് പള്ളിക്കര, ബാലൻ MK എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. തൂമിനാട് ദേശീയപാതയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ അപകടത്തിൽ മരിച്ചവർക്ക് നാടിന്റെ കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി. സമൂഹത്തിന്റെ നാനാതുറയിലുള്ളവർ അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തി. കഴിഞ്ഞ ദിവസം തുമിനാട് ദേശീയപാതയിൽ വാഹനാപകടത്തിൽ മരിച്ച യുവാക്കൾക്ക് കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി. മുഹമ്മദ് സിനാൻ, ഷിഹാബ് എന്നിവരാണ് ഇന്നലെ അപകടത്തിൽ മരിച്ചത്. ഉദ്യാവാര 1000 ജുമാഅത്ത് പള്ളി അങ്കണത്തിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹങ്ങളിൽ നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. സമൂഹത്തിന്റെ നാനാതുറയിലുള്ളവർ അവസാനമായി ഒരു നോക്ക് കാണാനെത്തി. കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഉച്ചയോടെയാണ് മൃതദേഹങ്ങൾ നാട്ടിലെത്തിച്ചത്. വിദേശത്തായിരുന്ന ഷിഹാബിന്റെ ഉപ്പയും സിനാന്റെ സഹോദരനും നാട്ടിലെത്തി. ഇനി പുണ്യം തേടി. വെജ് ഇഫ്താർ സംഗമം സംഘടിപ്പിച്ച് കാസർഗോഡ് ഗ്രീൻ ലീഫ് ഹോട്ടൽ. നിരവധി പേർ പങ്കെടുത്തു. കാസർഗോഡ് സിറ്റി ടവറിൽ പ്രവർത്തിക്കുന്ന കാസർഗോഡ് പീപ്പിൾസ് വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സസ്യാഹാര ഹോട്ടൽ ഗ്രീൻ ലീഫ് ചൊവ്വാഴ്ച നോമ്പുതുറയും മതേതര സൗഹൃദ കൂട്ടായ്മയും സംഘടിപ്പിച്ചു. വെജ് വിഭവങ്ങൾ മാത്രം നിറഞ്ഞ ഇഫ്താർ സംഗമം ശ്രദ്ധേയമായി. പഴങ്ങളും എണ്ണ പലഹാരങ്ങളും മാത്രമായിരുന്നു വിഭവങ്ങൾ. കാസർഗോഡ് പീപ്പിൾസ് വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് P രാഘവൻ ഉദ്ഘാടനം ചെയ്തു. മുൻ MLA CH കുഞ്ഞമ്പു അധ്യക്ഷനായി. INL ജില്ലാ സെക്രട്ടറി അസീസ് കളപ്പുറം, BJP നേതാവ് അഡ്വക്കേറ്റ് അശോക് കുമാർ, അഡ്വക്കേറ്റ് K കുമാരൻ തുടങ്ങി വിവിധ സംഘടനകളിൽ നിന്ന് നിരവധി പേർ പങ്കെടുത്തു. ഉള്ളവർ ഇല്ലാത്തവനെ സഹായിക്കണമെന്ന് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് ചെർക്കളം അബ്ദുള്ള മുസ്ലിം ലീഗ് അജാനൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ റിലീഫ് വിതരണം ചെയ്തു. ഉള്ളവർ ഇല്ലാത്തവനെ സഹായിക്കേണ്ടതാണെന്ന് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് ചെർക്കളം അബ്ദുള്ള പറഞ്ഞു. അജാനൂർ പഞ്ചായത്തിലെ 17ാം വാർഡ് മുസ്ലിം ലീഗ് സംഘടിപ്പിച്ച റിലീഫ് സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 6 നിർധന കുടുംബങ്ങൾക്ക് തയ്യൽ മെഷീനുകൾ, 5 കുടുംബങ്ങൾക്ക് ധനസഹായവും വിതരണം ചെയ്തു. അബുദാബി KMCC പബ്ലിക് റിലേഷൻ കൺവീനറായി തെരഞ്ഞെടുക്കപ്പെട്ട MM നസീറിനെ ചെർക്കളം അബ്ദുള്ള ഉപഹാരം കൈമാറി. A ഹമീദ് ഹാജി, പാലക്കി അബ്ദുൾ റഹ്മാൻ, KH ഹമീദ്, KM മുഹമ്മദ് കുഞ്ഞി, അന്തുമായി, ഹനീഫ് പാലായി, കുഞ്ഞബ്ദുള്ള തുടങ്ങിയവർ സംസാരിച്ചു. വാർത്തകൾ ചുരുക്കത്തിൽ. റിയാദ് KMCCയുടെയും തൈവളപ്പ് മുസ്ലിം ലീഗിന്റെയും കൂട്ടായ്മയിൽ നടത്തുന്ന റിലീഫ് പ്രവർത്തനങ്ങൾ മഹത്തരവും പാവപ്പെട്ടവർക്ക് ഏറെ സഹായകരവുമാണെന്ന് IUML സംസ്ഥാന വൈസ് പ്രസിഡന്റ് CT അഹമ്മദ് അലി. ചിന്മയ സന്ദേശവാഹിനി ചിന്മയ ജ്യോതിയാത്ര വ്യാഴാഴ്ച ജില്ലയിൽ പ്രവേശിക്കും. സഫിയ വധക്കേസിൽ ശിക്ഷ വിധിക്കാനുള്ള അന്തിമവാദം സെഷൻസ് കോടതിയിൽ അനുവദിച്ചു. കാസർഗോഡ് കെയർവെൽ ഹോസ്പിറ്റലിലെ നഴ്സ് ഹർഷലതയെ മർദ്ദിച്ച പ്രതിയെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് കാസർഗോഡ് ജില്ലാ പ്രൈവറ്റ് ഹോസ്പിറ്റൽ ആൻഡ് ഫാർമസി എംപ്ലോയീസ് അസോസിയേഷൻ കാസർഗോഡ് ഏരിയ കൺവെൻഷൻ അധികൃതരോട് ആവശ്യപ്പെട്ടു. കാഞ്ഞങ്ങാട് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇഫ്താർ സംഗമവും മൈലാഞ്ചിയിടൽ മത്സരവും സംഘടിപ്പിച്ചു. നിരവധി വിദ്യാർത്ഥികൾ പങ്കെടുക്കുകയുണ്ടായി. കാഞ്ഞങ്ങാട് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പെരുന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായി മൈലാഞ്ചിയിടൽ മത്സരം സംഘടിപ്പിച്ചു. കുട്ടികൾ ആവശ്യത്തോടെയാണ് മൈലാഞ്ചിയിടൽ മത്സരത്തിൽ പങ്കെടുത്തത്. അഴകാർന്ന ഡിസൈനുകളിൽ മൈലാഞ്ചി ഒരുക്കാനായി കുട്ടികൾ മത്സരിക്കുകയായിരുന്നു. മൈലാഞ്ചിയിടലിനായി 100ൽ പരം കുട്ടികളാണ് എത്തിയത്. ഇഫ്താർ സംഗമവും ശ്രദ്ധേയമായി. സമൂഹത്തിന്റെ നാനാതുറകളിൽപ്പെട്ടവർ ഇഫ്താർ സംഗമത്തിൽ പങ്കെടുക്കാനെത്തി. മൈലാഞ്ചിയിടൽ മത്സരത്തിൽ LP വിഭാഗത്തിൽ ഹബീബയും രേവതിയും ജേതാക്കളായി. UP വിഭാഗത്തിൽ ശ്രേയയും ശ്രീലക്ഷ്മിയും, ഹൈസ്കൂൾ വിഭാഗത്തിൽ ഷഹീമയും കീർത്തിയും 1ാം സ്ഥാനം നേടി. VHSE വിഭാഗത്തിൽ റംസീനയും മാളവികയും ജേതാക്കളായി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാഠപുസ്തക വിതരണത്തിലെ അപാകത പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് യുവമോർച്ച പ്രവർത്തകർ DDE ഓഫീസ് മാർച്ച് നടത്തി. മാർച്ചിൽ നേരിയ സംഘർഷം.
എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ച ആനുകൂല്യങ്ങൾ ഉടൻ നൽകണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. ആവശ്യം കമ്മീഷൻ അംഗം കെ മോഹൻകുമാറിന്റേത്. പഞ്ചായത്ത് അധികൃതരുടെ അനാസ്ഥ. ബദിയടുക്ക പഞ്ചായത്തിലെ മൂക്കമ്പാറ, ബാഞ്ചത്തടുക്ക, കുണ്ടിക്കാന റോഡ് ഗ്രാമവികസന സമിതി ശുചീകരിച്ചു. ദേശീയപാതയിലെ ചതിക്കുഴി വില്ലനായി. ചെമ്മട്ടം വയലിൽ മിൽമയുടെ വാഹനം മറഞ്ഞു. തൂമിനാട് ദേശീയപാതയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ അപകടത്തിൽ മരിച്ചവർക്ക് നാടിന്റെ കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി. KCN വാർത്തകൾ അവസാനിച്ചു. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റ് www.kasarakotchannel.com സന്ദർശിക്കുക. നമസ്കാരം.